My vocation is love. എൻ്റെ ദൈവവിളി സ്നേഹമാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച വിശുദ്ധ കൊച്ചുത്രേസ്യായുടെ മധ്യസ്ഥത്തിൽ ആയിരുന്ന് പ്രാർത്ഥിച്ച് തപം ചെയ്ത് ഒരുങ്ങി ഇന്ന് വ്രതസമർപ്പണത്തിനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന 6 സഹോദരങ്ങൾ. ഇവരെ ഈ നവസന്യാസത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ഇവർക്ക് വേണ്ട എല്ലാ പ്രചോദനങ്ങളും നൽകുകയും ചെയ്ത പെരിയ ബഹുമാനപ്പെട്ട മാത്യു അച്ഛൻ സയൻ പ്രോവിൻസിന്റെ പ്രൊവിൻഷ്യൽ അച്ഛൻ്റെയും ഇവർക്ക് ആത്മീയമായ ഉപദേശങ്ങളും നവസന്യാസത്തിന്റെ നൽവഴികളിലൂടെ ഇവരെ വളർത്തുകയും ചെയ്ത ഗുരുവച്ചനായ റോബിനച്ചൻ്റെയും ആത്മീയമായ നിയന്താവായിരുന്ന ജോസ് പിടിയപ്പറമ്പിലച്ചൻ്റെയും ഈ ആശ്രമ സുപ്പീരിയറായ ഷോജിനച്ചൻ്റെയും ഇന്നത്തെ വിശുദ്ധ ബലിയിലെ സഹകാർമ്മികനായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജെയ്സൺ കുന്നേലച്ചൻ MCBS ജനറൽ യൂക്കറിസ്റ്റിക് കൗൺസിലർ അച്ഛൻ്റെയും ആൽബിൻ്റെ അങ്കിളായിട്ടുള്ള പൊട്ടയിലച്ഛൻ്റെയും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ വന്ധ്യ വൈദികരുടെയും സ്നേഹമുള്ള സിസ്റ്റേഴ്സിൻ്റെയും ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും പേരിലുള്ള ഈ മക്കളുടെ ഈ സമർപ്പണത്തിന്റെ അനുഗ്രഹീതമായ ദിനത്തിന്റെ എല്ലാവിധ മംഗളങ്ങള് പ്രാർത്ഥനകള് ഏറെ സ്നേഹത്തോടുകൂടി നേരുന്നു. സന്യാസ വ്രത സമർപ്പണത്തിന്റെ ദിനം വലിയ പരിശുദ്ധാത്മ അഭിഷേകത്തിന്റെ ദിനമാണ്. വലിയ ദൈവം ഇവിടെ ഇറങ്ങി വസിക്കുന്നതിൻ്റെ, ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നതിൻ്റെ, വലിയ ഈശ്വര ചൈതന്യത്തിൻ്റെയൊക്കെ ഒരു സുന്ദര നിമിഷമാണ്. ഈ സന്യാസ സമർപ്പണത്തിലൂടെ നിങ്ങളെ ക്രിസ്തുവിന് നിങ്ങളെ തന്നെ പൂർണ്ണമായിട്ട് സമ്പൂർണമായിട്ട് സമർപ്പിക്കുകയാണ്. ഇത് ഒരു കോയിൻസിഡന്റ് ആയി വന്നതാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇന്നലെ പെന്തക്കോസ്ത തിരുനാളായിരുന്നു. ഈ പെന്തക്കോസ്ത തിരുനാളില് ഇവര് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും ചെയ്തിട്ട് അതിന്റെ പിറ്റേന്ന് തന്നെ വ്രതസമർപ്പണം നടത്തുന്നത് വലിയ കൃപയുടെ ഒരു ദിനമായിട്ട് തന്നെ കാണാം. ഈ പെന്തക്കോസ്ത തിരുനാളിന്റെ ഒരു പ്രത്യേകത എന്നാൽ ഈശോ തൻ്റെ ജീവിതത്തിൽ നടത്തിയ ഒരു വലിയ വാഗ്ദാനത്തിന്റെ, ഒരു പ്രോമിസിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്നോ ഉത്തരമെന്നോ പ്രതിഫലമെന്നോ ഒക്കെ പറയും. ഈശോ തന്റെ ജീവിതത്തിൽ നടത്തിയ ഒരു വാഗ്ദാനമായിരുന്നു, താൻ ഇവിടെ നിന്ന് കടന്നു പോയാലും നിങ്ങൾക്ക് ഒരു സഹായകനെ നൽകുമെന്ന് അവിടുന്ന് പറയുകയുണ്ടായി. അവിടുന്ന് അപ്പോസ്തലന്മാരോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഈശോയുടെ വലിയൊരു പ്രോമിസ് അവിടുന്ന് പൂർത്തീകരിക്കുന്നതാണ് ഈ പെന്തക്കോസ്റ്റ് തിരുനാൾ. The feast of the Pentecost is the fulfillment of the promise made by Jesus for the humanity. ഇന്ന് ഇതുപോലെ ഒരു പ്രോമിസ്, ഒരു വാഗ്ദാനം ചെയ്യുവാനായിട്ടാണ് ഈ 6 സഹോദരങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്. കൊടും തണുപ്പുള്ള ഒരു സായം സന്ധ്യയിൽ ഒരു ധനവാനായ മനുഷ്യൻ തന്റെ ഭവനത്തിലേക്ക് പോകുമ്പോഴേ വഴിയരികിലിരിക്കുന്ന ഒരു പാവപ്പെട്ട വൃദ്ധനായ മനുഷ്യൻ യാതൊരുവിധ വാം ക്ലോത്ത്സ് അല്ലെങ്കിൽ തണുപ്പകറ്റാനുള്ള വസ്ത്രങ്ങളില്ലാതെ അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്നത് അദ്ദേഹം കാണുകയാണ്. അപ്പോൾ ഈ ധനവാന് അല്പം അലീവ് തോന്നിക്കൊണ്ട് ഇദ്ദേഹം വണ്ടി നിർത്തിയിട്ട് പറഞ്ഞു, അല്ലയോ സ്നേഹിത,
ഇത്രയും കൊടും തണുപ്പില് എങ്ങനെയാണ് ഒരു വസ്ത്രമൊന്നും, അതായത് ഒരു തണുപ്പകറ്റുന്ന വസ്ത്രമൊന്നുമില്ലാതെ നിങ്ങൾ കഴിയുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതെനിക്ക് ശീലമാണ്, നാളുകളായുള്ള ഒരു ശീലമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ധനവാൻ പറഞ്ഞു, ഞാൻ എൻ്റെ വീട് ഇവിടെ തൊട്ടടുത്താണ്, ഞാൻ പോയി നിങ്ങൾക്ക് നല്ലൊരു വസ്ത്രം, നിങ്ങൾക്ക് തണുപ്പകറ്റാനുള്ള നല്ലൊരു വസ്ത്രം കൊണ്ടുവന്ന് തരാം, നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അദ്ദേഹം അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. ഈ ധനവാൻ തന്റെ ഭവനത്തിൽ ചെന്നപ്പോൾ ഭാര്യയും മക്കളുമൊക്കെ ആയിട്ട് അദ്ദേഹം കഴിഞ്ഞു പോയപ്പോൾ ഈ കാര്യം മറന്നുപോയി. പിറ്റേ ദിവസം പ്രഭാതത്തില് അദ്ദേഹം ഉണർന്നപ്പോൾ പെട്ടെന്നാണ് മനസ്സിലേക്ക് കടന്നു വന്നത്, ഒരു മനുഷ്യനെ അവിടെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ വസ്ത്രം കൊടുക്കാമെന്ന ചിന്തയിൽ അദ്ദേഹം കയ്യിൽ കിട്ടിയ 2-3 വസ്ത്രങ്ങളുമായിട്ട് ഈ പാവപ്പെട്ട മനുഷ്യന്റെ, വൃദ്ധനായ മനുഷ്യന്റെ അടുത്ത് ഓടിയെത്തി. അദ്ദേഹത്തിന്റെ അടുത്തെത്തിയപ്പോൾ തണുത്ത് വിറച്ച്, അല്ലെങ്കിൽ അദ്ദേഹം തണുപ്പ് കൊണ്ട് തന്നെ അദ്ദേഹം മരിച്ച് വീണിരിക്കുകയാണ്. അപ്പോഴ് അദ്ദേഹം ചുറ്റും നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലൊരു കടലാസ് കുറിപ്പുണ്ട്. അതിനകത്ത് അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു, അല്ലയോ സ്നേഹിത, നീ എനിക്കൊരു വാഗ്ദാനം തന്നിട്ട്, ഒരു പ്രോമിസ് തന്നിട്ട് പോയി എനിക്ക് തണുപ്പകറ്റാനുള്ള വസ്ത്രം തരാമെന്ന്. ഇത്രയും നാള് ഞാന് ഒരു തണുപ്പകറ്റാനുള്ള വസ്ത്രവുമില്ലാതെ ഏത് കൊടും തണുപ്പിലും പിടിച്ചു നിന്നത് എന്റെ മനഃശക്തി കൊണ്ടാണ്. എന്നാൽ നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു പ്രോമിസ് തന്നിട്ട് നിങ്ങൾ പോയപ്പോൾ എന്റെ മനഃശക്തിയാണ്, ഇത്രയും നാള് എന്റെ ജീവനെ ഞാൻ കൊണ്ടുവന്നിരുന്ന എന്റെ മനഃശക്തിയെ നിങ്ങൾ കൊല്ലുകയായിരുന്നു. അതുകൊണ്ട് do not promise if you cannot. Do not promise if you cannot. വാക്ക് പാലിക്കാൻ കഴിയില്ലെങ്കിൽ ഒരിക്കലും വാഗ്ദാനം ചെയ്യരുത് എന്ന് പറയുകയാണ്. ഇന്നിവിടെ ഇരിക്കുന്ന ഈ സഹോദരങ്ങളോട് ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ളതാണ്, do not promise if you cannot. നിങ്ങൾ തീർച്ചയായിട്ടും 365 ദിവസം ഈ ആശ്രമത്തിന് ഉള്ളിലായിരുന്നു കൊണ്ട് പ്രാർത്ഥനയില്, പഠനത്തില്, പരിചിന്തനത്തില് നിങ്ങളുടെ ജീവിതത്തെ തന്നെ കർത്താവിന്റെ മുൻപിൽ ഉറച്ചു നോക്കുകയായിരുന്നു. അതുകൊണ്ട് നിങ്ങളിവിടെ വലിയ കോൺഫിഡൻസോട് കൂടിയാണ് ഇവിടെ ആയിരിക്കുന്നത്. തമ്പുരാന്റെ മുൻപിലായിരുന്നു കൊണ്ട് നിങ്ങളുടെ പ്രോമിസുകള്, അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന പ്രോമിസുകള് തീർച്ചയായിട്ടും നടപ്പാക്കുമെന്ന് മദർ തെരേസ പറയുന്നുണ്ട്. ഫിഡലിറ്റി ടു ലിറ്റിൽ തിങ്സ് ആർ ഗ്രേറ്റ് എന്ന്. നമ്മുടെ ജീവിതത്തില് ചെറിയ കാര്യങ്ങളിലുള്ള വലിയ വിശ്വസ്തതയാണ് തമ്പുരാൻ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഈ വ്രതസമർപ്പണം എന്നത് ജീവിതത്തിൽ നിറവേറ്റേണ്ട ഒരു വിശുദ്ധ പ്രതിജ്ഞയായിരിക്കട്ടെ. വ്രതത്രയങ്ങളിലൂടെ നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും തമ്പുരാനോട് ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങൾ ഈ സമർപ്പണം നടത്തുമ്പോൾ, കാരണം ഇവിടെ നിങ്ങളല്ല ഇതിനെ പ്രാപ്തരാക്കുന്നത്, നിങ്ങളുടെ കഴിവുകള്, നിങ്ങൾ എല്ലാവരും ഒത്തിരിയേറെ പ്രതിഭാശാലികളും കഴിവുകളും, പക്ഷെ നിങ്ങളുടെ കഴിവുകളല്ല, മറിച്ച് തമ്പുരാന്റെ തിരഞ്ഞെടുപ്പും വിളിയും അവൻ നമ്മോട് കൂടെ ആയിരുന്നുകൊണ്ട് നമ്മെ നയിക്കുന്നതുമാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ശക്തിയും പ്രചോദനമായിട്ട് ഈ വാഗ്ദാനം നിറവേറ്റാനായിട്ട് സാധിക്കുന്നത്. എന്നിട്ട് വിശുദ്ധ സുവിശേഷത്തില് നമ്മൾ വായിച്ചു കേട്ടത്, പത്രോസ്ലീഹായെ ഈശോ വിളിച്ചിട്ട് ഈശോ അവനോട് ചോദിക്കുന്നുണ്ട്, ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന്. ഇന്നിവിടെ നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ്, ഇവിടെ ഇരിക്കുന്ന ഇവരെക്കാൾ അധികമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നതിലാണ് നിങ്ങൾ എടുക്കുന്ന വാഗ്ദാനവും നിങ്ങൾ നടക്കുന്ന പ്രോമിസും അടങ്ങിയിരിക്കുന്നത്. പത്രോസ്ലീഹായെ ദൗത്യം ഏൽപ്പിക്കുകയും പത്രോസ്ലീഹായെ സ്വീകരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈശോ അവനോട് ചോദിക്കുന്നത് ഇവരെക്കാൾ അധികമായെന്നാണ്. അതുകൊണ്ടാണ് അവനെ തലവനായിട്ടുള്ളത്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ അധികമായി, ഇവിടെ ഇരിക്കുന്ന സഹോദരങ്ങളെക്കാൾ അധികമായി, അതല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച നിങ്ങളുടെ കൂട്ടുകാരേക്കാൾ അധികമായി, അതല്ലെങ്കിൽ മറ്റു പലരെക്കാളും അധികമായിട്ട് ജീവിതത്തിൽ നിങ്ങൾക്ക് ക്രിസ്തുവിനെ സ്നേഹിക്കാൻ സാധിക്കുമോ? കാരണം നിങ്ങളെടുക്കുന്ന വ്രതങ്ങളെല്ലാം സ്നേഹത്തിലാണ്. സ്നേഹത്തിന്റെ പൂർത്തീകരണമാണ് വ്രതങ്ങൾ.
The measure of love is to love without measure. ഒരു പരിമിതിയില്ലാതെ അൺകണ്ടീഷണൽ ആയിട്ട് തമ്പുരാനെ സ്നേഹിക്കുവാനായിട്ടാണ് വ്രതങ്ങൾ നമ്മൾ എടുക്കുന്നത്. ആ വ്രതങ്ങൾ എടുക്കുന്നത് നിങ്ങൾ MCBS സഭയില് to be with him and to be broken and to be sent out എന്ന കാരിസത്തോടുകൂടി നിലകൊള്ളുന്ന MCBS സഭയിൽ തമ്പുരാനോട് ചേർന്ന് നിൽക്കുവാനും തമ്പുരാന് വേണ്ടി അയക്കപ്പെടുവാനും മുറിക്കപ്പെടുവാനുമുള്ള സന്നദ്ധതയും താല്പര്യവുമാണ് ഇനി നിങ്ങൾ ഇവിടെ വെളിവാക്കാൻ പോകുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് പത്രോസ് പറഞ്ഞതുപോലെ ഇവരെക്കാൾ അധികമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് ചൗക്കുറ്റത്തോടെ നിങ്ങൾക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് ഇവരെക്കാൾ അധികമായി അതുക്കു മേലെ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? നമുക്ക് അത്രത്തോളം ജീവിതത്തെ സമർപ്പിക്കുവാനായിട്ട് ഇന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഓരോ കാര്യത്തിലും വളരെയധികം കൃത്യതയോടും ചിട്ടയോടും കൂടി ജീവിച്ചുകൊണ്ട് തമ്പുരാന്റെ വ്രതങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന വ്രതങ്ങൾ അതനുസരിച്ച് ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. അപ്പോഴ് എന്ത് സംഭവിക്കുമെന്ന് അറിയും? നിങ്ങൾ ആഗ്രഹിക്കാത്തിടത്തേക്ക്, നിങ്ങൾ ഇന്ന് വരെ ആഗ്രഹിച്ചതല്ല ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്. ദാരിദ്ര്യം എന്ന വ്രതമെടുക്കുമ്പോൾ നമുക്കറിയാം, മുന്നേ നമ്മുടെ മുന്നേയൊക്കെ പറന്നു പോകുന്ന നല്ല അടിപൊളി KTM ബൈക്കൊക്കെ കാണുമ്പോൾ നമുക്കും ഒരു ആഗ്രഹം തോന്നും, ഒന്ന് ചീറിപ്പായണമെന്ന്, അല്ലേ? അതുപോലെ തന്നെ സമ്പത്തിന്റെ പല കാര്യങ്ങൾ കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നും അതൊക്കെ ഒന്ന് ആസ്വദിച്ചാല്. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നതല്ല, നിങ്ങൾ ആഗ്രഹിക്കാത്തിടത്താണ് തമ്പുരാൻ കൊണ്ടുപോകുന്നത്. ദാരിദ്ര്യത്തിലൂടെ തമ്പുരാനെ കുരിശിൽ ചുമന്നുകൊണ്ട് അവന്റെ പിന്നാലെ വരുവാനുള്ള ആ ഒരു സന്നദ്ധതയാണ് തമ്പുരാൻ ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ ബ്രഹ്മചര്യം എന്ന വ്രതത്തിലൂടെ നമുക്കറിയാം, പുറത്തിറങ്ങുന്ന നല്ല സുന്ദരിയായ പെൺകുട്ടികളൊക്കെ നമ്മുടെ മുന്നിലൂടെ ശാലീനകൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ഉള്ളിലും ചെറിയ ലാഞ്ചനകളൊക്കെ കടന്നു. പക്ഷെ അവിടെ ഞാനെടുത്ത വ്രതത്തെ കുറിച്ച്, ഞാനെടുത്ത ഓഫീസിനെ കുറിച്ചും ജീവിതത്തിൽ ചിന്തിക്കുവാൻ എന്റെ തമ്പുരാനെ മറ്റുള്ളവരെക്കാൾ അധികമായി എനിക്ക് സ്നേഹിക്കണമെന്നുള്ള ആഗ്രഹം ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കാനും സാധിക്കുമ്പോൾ മാത്രമേ അത് നിറവേറ്റാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ അനുസരണം എന്നത് ഇന്ന് എനിക്ക് തോന്നുന്നു ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു വ്രതമെന്ന് അനുസരണം വ്രതമാണ്. ബാക്കി എല്ലാം ജീവിക്കാം. കാരണം ഇന്ന് കുടുംബങ്ങളിലാണെങ്കിലും നിങ്ങൾക്കറിയാം, പിള്ളേരെ പറഞ്ഞ് മനസ്സിലാക്കുക, അനുസരിപ്പിക്കുക വലിയ ബുദ്ധിമുട്ടാണ്. തെക്കോട്ട് പോകാൻ പറഞ്ഞാൽ അവർ വടക്കോട്ട് പോകുന്ന രീതികൾ. അതുപോലെ തന്നെ സന്യാസ സമൂഹങ്ങളിലും ഇപ്പോൾ അനുസരണം എന്നത് പണ്ടൊക്കെ പെർമിഷൻ, അനുവാദമില്ലാതെ ആശ്രമത്തിന്റെ പുറത്തിറങ്ങാൻ പോലും പാടില്ലായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഇന്ന് അത് പെർമിഷനിൽ നിന്ന് ഇൻഫർമേഷനിലേക്കും ചിലപ്പോഴൊക്കെ എവിടെയെങ്കിലും എത്തിക്കഴിയുമ്പോൾ വാട്സപ്പ് ഇൻഫർമേഷനിലൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ വ്രതസമർപ്പണം, അനുസരണം ജീവിതകാലം മുഴുവൻ നടത്തിക്കൊള്ളാമെന്ന് സമർപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും വലിയൊരു വെല്ലുവിളിയാണ് ജീവിതത്തിൽ ഏറ്റെടുക്കുന്ന കാര്യം. ഒരിക്കലും മറക്കാതിരിക്കട്ടെ. ഇങ്ങനെയുള്ള ഈ സമർപ്പണം എന്തിനു നടത്തുന്നു എന്നുള്ളത് പത്രോസ്ലീഹായോട് പറയുന്നുണ്ട്. എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്നത് മനസ്സിലാക്കുക. എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലൂടെ വ്രതസമർപ്പണത്തിലൂടെ ദൈവത്തെ എങ്ങനെ മഹത്വപ്പെടുത്തും എന്നുള്ളത് ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുവാനാണ് ഈ വ്രതസമർപ്പണം നടന്നത്. അല്ലാതെ വേറൊന്നുമില്ല. അതുകൊണ്ട് നന്നായിട്ട് ഈശോയുടെ മുൻപിലെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. പ്രിയ മാതാപിതാക്കളെ, ഇന്ന് ഈ വ്രതസമർപ്പണത്തിൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾ മുന്നോട്ട് പ്രദക്ഷിണമായൊക്കെ കൊണ്ടുവന്നപ്പോഴും എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് അബ്രാഹത്തിന്റെ ചിന്തയാണ്. വിശ്വാസികളുടെ പിതാവായ അബ്രാഹാം തന്റെ ജീവിതത്തിൽ താൻ ആഗ്രഹിച്ചത്, അത് നമുക്കറിയാം, ഏതൊരു കുടുംബവും ആഗ്രഹിക്കുന്നത് തങ്ങളുടെ ജീവിതത്തിൽ ഒരു കുഞ്ഞിക്കാല് കാണണമെന്നാണ്. അപ്പോൾ ഈ അബ്രാഹത്തിന് ഒരു കുഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വിലപിക്കുമ്പോൾ ദൈവമായ കർത്താവ് അവനെ വീടിന് പുറത്ത്, രാത്രിയിൽ വീടിന് പുറത്തേക്ക് വന്നിട്ട് അങ്ങ് ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് ആകാശത്തിലെ നക്ഷത്രങ്ങളെ എണ്ണുവാൻ പറയുക. അവരെ എണ്ണിക്കൊണ്ട് ഈ അബ്രാഹാം എന്ന മനുഷ്യൻ അതിൽ പോലും വിശ്വസിച്ചവനാണ്. വീണ്ടും 100 തികഞ്ഞ അബ്രാഹത്തിന് ഒരു കുഞ്ഞിനെ നൽകി. അവസാനം ആ കുഞ്ഞിനെ ബലിയർപ്പിക്കുവാനായിട്ട് ഈശോ ആവശ്യപ്പെടുമ്പോൾ തന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവഹിതമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിന്റെ ബലിയർപ്പിക്കുവാനായിട്ട് തന്റെ മകനായ ഇസഹാക്കിനെ കൊണ്ടുപോകുന്ന അബ്രാഹത്തിന്റെ ഒരു ചിത്രമാണ് ഇന്ന് ഈ മാതാപിതാക്കളുടെ ഉള്ളില് ഉണ്ടാകേണ്ടതും ഉള്ളതും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇന്ന് നിങ്ങളുടെ മക്കള് ഇവിടെ ഒരു വ്രതസമർപ്പണം കഴിയുമ്പോൾ ഞങ്ങള് MCBSകാര്
ഇവരുടെ പേരിന് ചേർത്ത് ഒരു MCBS എന്നത് ഔദ്യോഗികമായിട്ടിടും. ഒരു MCBS എന്നത് ഔദ്യോഗികമായിട്ടിടുമ്പോൾ ഇന്ന് മുതൽ ഈ മക്കള് MCBSന്റെ സ്വന്തമായി തീരുകയും ഇന്നു മുതൽ ഈ മക്കളുടെ മേൽ നിങ്ങൾക്ക് യാതൊരു അവകാശവുമില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ അവകാശമൊന്നും ഇവർ കൊടുക്കുകയും വേണ്ട. ചിലപ്പോൾ സഹോദരങ്ങൾക്ക് സന്തോഷമായിരിക്കും, കാരണം ഇവര് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരാണ്. ഇന്നു മുതൽ ഇവര് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരായതുകൊണ്ട് ഇവരുടെ ജീവിതം മുഴുവനും MCBS സഭയിൽ ജീവിക്കുവാനും തമ്പുരാന് വേണ്ടി സമർപ്പിക്കുവാനുമാണ് ഇവര് ഈ വ്രതസമർപ്പണം നടത്തുന്നത്. മരിച്ചു കഴിഞ്ഞാലും ഇനി മുതൽ ഇവരെ ഞങ്ങൾ വിട്ടുതരികയില്ല, കാരണം ഇവർ ഞങ്ങളുടെ സ്വന്തമാണ്. ഞങ്ങളുടെ സെമിത്തേരിയിലെ MCBS സഭയിലെ ഇവരെ അടക്കം ചെയ്യുകയുള്ളൂ. പേടിച്ചോ? അതിനുള്ള സങ്കോചവും ധൈര്യത്തോടു കൂടി ആയിരിക്കണം നിങ്ങൾ വ്രതസമർപ്പണം നടത്തേണ്ടത്. തമ്പുരാന്റെ മുൻപിൽ വ്രതം സമർപ്പിക്കും. അതുകൊണ്ട് പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഒന്ന് മാത്രമേ പറയാനുള്ളൂ. നിങ്ങളുടെ മുട്ടിന്മേൽ നിന്നുള്ള പ്രാർത്ഥനയും നിങ്ങളുടെ ഉപവാസവും പരിത്യാഗവും ഒക്കെയാണ് ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ എന്നും കൂട്ടായി നിൽക്കുന്നത്. ഈ കുഞ്ഞുങ്ങള് 8 വർഷം കഴിയുമ്പോൾ ഈ ഇതുപോലെയുള്ള ഒരു അൾത്താരയിൽ നിന്ന് കർത്താവിന്റെ ബലിയർപ്പിക്കാൻ യോഗ്യരാകണമെങ്കിൽ നിങ്ങളൊക്കെ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കേണ്ടതാണ്. കാരണം ഇന്ന് നമുക്കറിയാം, നവമാധ്യമങ്ങളിലൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും വൈദികരെയും സന്യസ്ത്രീയൊക്കെ ആക്രമിക്കുന്നത് അല്ലെങ്കിൽ ഇന്ന് നടക്കുന്ന സംഗതികളാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളെ ദൈവത്തിന് പ്രിയപ്പെട്ട, ദൈവത്തിന് സ്വന്തമായ, തമ്പുരാന് വേണ്ടി സമർപ്പിക്കപ്പെട്ട നല്ല പുരോഹിതര്, സന്യാസികള് ആയി ജീവിക്കുവാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. മക്കളെ, ഇവിടെ ഇരിക്കുന്ന ഒരുപാട് അച്ഛന്മാര്, സിസ്റ്റേഴ്സ്, ഇതെല്ലാവരും വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ്. നിങ്ങൾ എടുക്കുന്ന വ്രത സമർപ്പണം ഒരു വർഷത്തിനല്ല, ജീവിതകാലം മുഴുവൻ അതനുസരിച്ച് ജീവിതത്തിൽ ക്രമപ്പെടുത്തുവാൻ, ചിട്ടപ്പെടുത്തുവാൻ തമ്പുരാനോട് പ്രാർത്ഥിക്കണം. തമ്പുരാൻ കൂടെയുണ്ട്, ഞങ്ങളെല്ലാം കൂടെയുണ്ട്. എല്ലാ പ്രാർത്ഥനകളും, ആശംസകള്, ദൈവാനുഗ്രഹങ്ങളും. താങ്ക് യു.